ഹായ് ഹോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നിങ്ങൾ സൗദിയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏജൻസിക്കാർ പറയാണ് നിങ്ങളുടെ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ ഡേറ്റ ഫ്ലോ ചെയ്യണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഇയറിലെ എക്സ്പീരിയൻസ് നമ്മുടെ ഡേറ്റ ഫ്ലോയിൽ ആഡ് ആവില്ല. ഇയർ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഡേറ്റ ഫ്ലോയിൽ ആഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം 4th ഇയർ റണ്ണിങ് ആണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇയർ ഉള്ളത് മാത്രമേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ആഡ് ആവത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിത് ഏജൻസിക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ 3 ഇയർ ഉള്ള സാലറി മാത്രമേ നമുക്ക് ആഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏജൻസിക്കാർ പറയും നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ചിലയിടത്ത് പറ്റത്തുണ്ടാവത്തില്ല എന്നൊരു ഇത് പറയും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വർക്ക് അതായത് നമ്മൾ ചില ആൾക്കാരില്ലേ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാലും 1 ഇയർ കഴിഞ്ഞ് വെച്ചിട്ട് എന്താ പറയുക ജോലിക്ക് KSLക്ക് കയറി വരുന്നവരുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതിന്റെ ഡേറ്റ ഫ്ലോ ചെയ്ത് വെച്ചിട്ട് കൂടെ എടുത്തേക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും എടുക്കാൻ സമയമില്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആയിരുന്നാലും ചെയ്താൽ മതി. ഇപ്പോൾ ക്ലസ്റ്റർ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആദ്യം ഇതൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അതിന്റെ ഡേറ്റ ഫ്ലോ ചെയ്യുക, ഏത് വർഷത്തെയാണ് ആടാവത്തിന്റെ ഡേറ്റ ഫ്ലോ ചെയ്യുക, ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങളുടെ സബ്മിഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നഴ്സിംഗ് ഡയറക്ടർ ത്രൂ അത് HR സബ്മിറ്റ് ചെയ്ത് അവർ മിനിസ്ട്രിയിലേക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ന് മുതലുള്ള സാലറി ആണോ അതിന്റെ കൂടെ ഈ എക്സ്ട്രാ 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ആഡായി കിട്ടും.